വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ വാഷിനായിട്ട് പോകണം. നമ്മളോട് ഹെയർ സ്ട്രൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഹെയർ വാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് പാർലറിൽ നിന്ന് ചെയ്യുന്നത് കൂടുതൽ നല്ലതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം, പാർലറിലേക്ക് തന്നെ ഫസ്റ്റ് വാഷിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ആയാലും നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാമെങ്കിലും കൂടുതൽ നല്ലത് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തുന്ന ഫസ്റ്റ് വാഷ് നമുക്ക് പാർലറിൽ നിന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാർലറിലേക്ക് പോകണം. അതുപോലെ തന്നെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ടൈം കിട്ടണമെങ്കിൽ ഡോക്ടറെ പോയി കാണണം. എനിക്ക് തൈറോയിഡിൻ്റെ ചെക്കപ്പിനായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്ന ടൈമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ 2-3 ദിവസം ബാക്കിയുള്ളൂ. ഇവിടുത്തെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ 1 വർഷം മുഴുവൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവിടെ ചെന്നാലും. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടും പോകണം. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇന്ന് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നതാ അഞ്ജും ചേട്ടനും റെഡിയാണ്. അപ്പോൾ അഞ്ജു ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അഞ്ജുവിൻ്റെ ഹെയറും ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യണം, ഇത്തിരി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പാർലറിൽ എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ പാർലറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ ചേച്ചി എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇതാ ചേച്ചി ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ആ ഫസ്റ്റ് വാഷ് ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും പേടിക്കാനില്ല. നമ്മൾ തന്നെ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ അവർ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്ത ഹെയർ ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ കെയർ കൊടുക്കണ്ടേ. അപ്പോൾ അത് ഓർത്തിട്ടാണ് ഞാൻ പാർലറിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ യൂപ്പിലൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഹെയറിന് ചിലപ്പം എണ്ണ തേക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈ തേക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സമയത്തിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ മുടിയുമ്പൊക്കെ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞ എണ്ണ ഉപയോഗിക്കരുതെന്ന ഒട്ടും തന്നെ, പ്രത്യേകിച്ച് സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയർ, സ്മൂത്തനിങ് ചെയ്ത ഹെയറിൽ എണ്ണ ഒട്ടും തേക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓർത്തൊന്ന് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ കളർ ചെയ്യാം. കാരണം ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നാലും അധികം ദിവസമൊന്നുമില്ല, 2-3 ദിവസമുള്ളൂ ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കളർ ഇവിടെ തന്നെ ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാം മാട്രിക്സിൻ്റെ പ്രൊഡക്ട്സ് വെച്ചിട്ടോ അവർ എനിക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഷാമ്പൂ ഒക്കെ തേച്ച് നല്ലപോലെ തന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ അഞ്ജുവിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജുവിൻ്റെ ഹെയർ അഞ്ജുവിന് വാഷ് ചെയ്തിട്ട് ട്രിം ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അഞ്ജുവിൻ്റെ ഹെയർ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഞങ്ങൾ UP നിന്നൊന്ന് ട്രിം ചെയ്തായിരുന്നു. എന്നാലും തുമ്പുവശം അല്പം അങ്ങനെ വളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഞ്ജുവിൻ്റെ ഹെയർ ഒന്ന് ട്രിം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ഇനി അവർ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹെയർ നല്ലപോലെ തന്നെ തോർത്തിയതിന് ശേഷം നല്ലപോലെ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അഞ്ജുവിടെ തൊട്ടടുത്ത് തന്നെ എന്നെ നോക്കി ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജുവിൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്തത് അഞ്ജുവിൻ്റെ ഹെയർ വാഷ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അഞ്ജുവിൻ്റെ ഹെയർ വാഷ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിനും ഹെയർ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നോർമൽ കട്ടിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം അഞ്ജുവിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. അഞ്ജുവിൻ്റെ ഹെയറിലും നല്ലപോലെ തന്നെ ഓയിലുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജുവിൻ്റെ മുടി ഇരുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ കുറച്ച് പെറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. അധികം ഇങ്ങനെ ചെടയില്ലാതെയൊക്കെ ഈസി ആയിട്ട് ഇരാനൊക്കെ ആയിട്ട് ചിലപ്പോൾ സിറം തേക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി ഹെയർ ആയതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ 2-3 പ്രാവശ്യം ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് മോളുടെ മുടിയും അതുപോലെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു കേട്ടോ, അഞ്ജുമോളുടെ മുടിയും ചേച്ചി സ്ട്രെയിറ്റൻ ചെയ്തൂടെ, ചേച്ചിയുടെ ചെയ്ത പോലെ തന്നെയെന്ന്. പക്ഷേ മോളിപ്പോൾ ചെറുതല്ലേ, അപ്പോൾ അവൾ വലുതായതിന് ശേഷം അങ്ങനെ ഒരു ഏജൊക്കെ എത്തിയതിന് ശേഷം മോൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നോർമലി ഹെയർ, അത് മാത്രമല്ല എൻ്റെ ഹെയറിൻ്റെ അത്രയും കേളി ഹെയർ അല്ല അഞ്ജുവിൻ്റെ ഒരുവിധം നല്ല സ്ട്രെയിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് റഫും അല്ല ഹാർഡും അല്ല മുടിയൊന്നും. അഞ്ജുവിൻ്റെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുടിയാണ്. അപ്പോൾ അത്രയ്ക്കും വലിയ പ്രശ്നമില്ല. ഇവിടെ എൻ്റെ മുടി ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം അവർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാട്രിക്സിൻ്റെ തന്നെയാണ് കേട്ടോ. മാട്രിക്സിൻ്റെ പ്രൊഡക്ട്സാണ് മൊത്തം നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മുടിയുമേ കളറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടീനെ ഇങ്ങനെ ചെറിയ പാർട്സുകളാക്കി അവർ ക്ലിപ്പ് ചെയ്ത് ഇട്ടതിന് ശേഷം ഓരോരോ ചെറിയ പാർട്സ് എടുത്തിട്ടോ അവർ കളർ ചെയ്യുന്നത്.
നമ്മൾ വീട്ടിലൊക്കെ എത്ര നന്നായി ചെയ്താലും നമ്മുടെ ബാക്ക് സൈഡിൽ പുറകിലുള്ള മുടിയൊന്നും ഏതാ ഗ്രേ ഹെയർ എന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കണ്ട് അതേപോലെ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഒരു 1 ടൈം പാർലറിൽ നിന്ന് ചെയ്യാൻ തന്നെ വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ചെയ്തു തരാനൊക്കെ അങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഇവരുടെ അടുത്ത് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ ഹെയറും കളർ കൊടുത്തുകൊണ്ടിരിക്കണം. അതേസമയം തന്നെ അഞ്ജുൻ്റെ ഹെയറൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് അതിനുശേഷം എന്താ ഒരു കോമ്പ് വെച്ച് നല്ലപോലെ ചീകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീകി മുടിയൊക്കെ നല്ലപോലെ ചെടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അഞ്ജുൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പം അഞ്ജുൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കണം, എൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ഒപ്പത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അനിലേട്ടനാട്ടോ. അനിലേട്ടനുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അവർ വളരെ സോഫ്റ്റ്ലി നല്ലപോലെ എന്നിട്ട് ചെയ്യുന്ന, നമുക്ക് ഒട്ടും വേദനയൊന്നും എടുക്കാത്ത രീതിയിൽ പയ്യെ ചെയ്യുന്ന അഞ്ജുൻ്റെ ഹെയർ ആയാലും എൻ്റെ ഹെയർ ആയാലും. പക്ഷെ ഞാൻ വീഡിയോ ക്ലിപ്സുകൾ ഇത്തിരി ഫാസ്റ്റ് അടിച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ബോർ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റ് അടിച്ച് വേഗത്തിൽ കാണിക്കുന്നത് കേട്ടോ. അഞ്ജുൻ്റെ ഹെയർ ലെങ്ത് നമ്മൾ അധികം കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഒരു ശകലം മാത്രം കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു മാസം മുൻപാണ് ഞങ്ങൾ UP-ന്ന് കേരളത്തിലേക്ക് പോകുന്നതിന് മുൻപ് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാടൊന്നും കട്ട് ചെയ്യിപ്പിക്കുന്നില്ല. ജസ്റ്റ് ആ ഏറ്റവും താഴെ ഭാഗത്ത് ഉണ്ടായിരുന്ന ആ ഒരു വളഞ്ഞൊക്കെ കിടന്നായിരുന്ന ആ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ആക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹെയർ കട്ട് ചെയ്ത് നമ്മൾ ഒത്തിരി ലെങ്ത് ഒന്നും കുറയ്ക്കുന്നില്ല. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് അഞ്ജുൻ്റെ ഹെയർ എന്തിനാ കട്ട് ചെയ്ത് ലെങ്ത് കുറപ്പിക്കുന്നതെന്ന്. ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ലെങ്ത് കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. കാരണം സ്കൂളിലേക്കൊക്കെ ആയാലും 2 വയസ്സും മെടഞ്ഞ് കെട്ടി പോണവർക്ക്. അപ്പോൾ ലെങ്ത് എന്തായാലും കുറയ്ക്കുന്നില്ല. ഞങ്ങൾക്കായാലും ചേട്ടനായാലും എനിക്കായാലും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും തന്നെ ലെങ്തി ഹെയറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ദാ അഞ്ജുൻ്റെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അഞ്ജുൻ്റെ ഹെയർ കട്ടിങ്ങിന് ശേഷം ദാ അഞ്ജുൻ്റെ ഹെയർ ഒക്കെ നല്ലപോലെ ബ്ലോ ഡ്രൈ ആക്കുന്നുണ്ട് അവർ. നനഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ നല്ലപോലെ തന്നെ അവർ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഡ്രൈ ആക്കി ആയി കഴിഞ്ഞപ്പോൾ അവർ നല്ലപോലെ കോംബ് ചെയ്തൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ അഞ്ജുൻ്റെ ഹെയർ. അഞ്ജുൻ്റെ ഹെയറിനെ ഓരോരോ കൊച്ചു പാർട്സ് ആയിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോരോ പാർട്സ് എടുത്തിട്ട് കേട്ടോ അവർ നല്ലപോലെ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ കോംബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മുടി നല്ല ഭംഗിയുണ്ട്. നമ്മൾ പുറകുവശത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയി ഇരിക്കുന്നുണ്ട്, ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ആയി. അതും കട്ട് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മുടിയും ചെറുതായിട്ട് സ്ട്രെയിറ്റ് ആയ പോലെ നമുക്ക് തോന്നും. സത്യത്തിൽ ഒരു മുടി സ്ട്രെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കോംബ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു കേട്ടോ. അപ്പം എന്തായാലും കൊള്ളാം, അഞ്ജുവിന് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളുടെ കമൻസും കൂടെ നിങ്ങളും കൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ആ സെയിം ടൈമിൽ തന്നെ എനിക്ക് എൻ്റെ ഹെയറിൽ കളർ ചെയ്തുകൊണ്ടിരിക്കണവർ. അപ്പോൾ 2 ചെയറുമേ ഞങ്ങളിങ്ങനെ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാട്രിക്സിൻ്റെ തന്നെ ബ്ലാക്ക് കളറാട്ടോ അപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയറിൽ ഒരു കളറൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇനി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ എനിക്ക് അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അവർ അഞ്ജുൻ്റെ ഹെയർ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ അവരിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിറോ ഒക്കെ തേച്ച് നല്ലപോലെ തന്നെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഹെയറിനെ. അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഹെയർ കിടന്നിരുന്നത്. അപ്പോൾ കാണാൻ തന്നെ ഒരു നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അഞ്ജു എല്ലാം കഴിഞ്ഞതാ എണീക്കണം അവിടെ നിന്ന്. അപ്പോൾ അഞ്ജു എണീറ്റതിന് ശേഷം പിന്നെ ഹെയറൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ ഇട്ട് അങ്ങനെ പപ്പ 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അഞ്ജുൻ്റെ. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഹെയർ നല്ല ഷൈനി ആയിരുന്നു, അതുപോലെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹെയറുമ്പോൾ ടച്ച് ചെയ്ത് നോക്കുമ്പോഴായാലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സിൽക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പപ്പയ്ക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടുനിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പാർലറിലുള്ള ചേച്ചിമാർക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഒന്നാമത് അഞ്ജുന് ഇത്തിരി ലോങ് ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ കാണാനൊരു ലുക്ക് വന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, അവർക്ക് മുകളിൽ മേക്കപ്പ് റൂം ഉണ്ട്, അപ്പോൾ അവിടെ പോയി നമുക്ക് അഞ്ജലിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ അവർ തന്നെ അങ്ങനെ സജസ്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓർത്തു പോകാമെന്ന്. അങ്ങനെ ചേട്ടൻ അഞ്ജലിനെയും കൊണ്ട് മുകളിലേക്ക് ചെല്ലുന്നുണ്ട്, മുകളിലത്തെ അവരുടെ മേക്കപ്പ് റൂമിലേക്ക്.
അഞ്ജലി ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസിനും വീഡിയോസിനൊന്നും ആള് പോസ്റ്റ് ചെയ്യാറില്ല, നിൽക്കാറ് പോലുമില്ല. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ എല്ലാം ചെയ്തു. അവിടെയുള്ള ചേച്ചിമാരൊക്കെ മുടി ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞപ്പോഴും ബാക്കിലേക്ക് ഇടാൻ പറഞ്ഞപ്പോഴും ചീക്കി കൊടുത്തപ്പോഴും ഒക്കെ അനങ്ങാതെ നിന്നൊക്കെ ഇഷ്ടപ്പെട്ടെല്ലാം ചെയ്തു കേട്ടോ. നമ്മൾ പറയുമ്പോൾ അത്രയ്ക്കൊന്നും കാര്യമാക്കി എടുക്കില്ല. പക്ഷെ ഇന്നത്തെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന് ശേഷം ഇതാ ഒരു മുകളിലത്തെ റൂമിലേക്ക് ഇതാ കയറി പോകണം കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് മുകളിലത്തെ റൂമിലേക്ക് എത്തിയിരിക്കുന്നത്. ചേട്ടനും അതുപോലെ തന്നെ പാർലറിലുള്ള ചേട്ടനും കൂടിയായിട്ടാണ് മുകളിലേക്ക് പോയായിരുന്നു ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. ഈ സമയത്ത് ഞാൻ താഴെ ഇരിക്കണം, എൻ്റെ തലയിൽ ഇങ്ങനെ കളർ തേച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കവിടെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ഇരിക്കണം. അവർ രണ്ടുപേരും കയറിപ്പോയി ഇതാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം കേട്ടോ. പല പോസ്റ്റിൽ അഞ്ജുവിനെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതുപോലെ സോഫയമേക്ക് ഇരുത്തി പിന്നെ മയിൽപ്പീലിയൊക്കെ കയ്യിൽ കൊടുത്ത് അവർ ഒത്തിരി ഫോട്ടോസും വീഡിയോസും എടുത്തു. അവർക്കും വേണ്ടി അവരെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പ ആണ് പോയിരുന്നത്. അപ്പോൾ പപ്പ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അഞ്ജുവിൻ്റെ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. മുകളിലത്തെ മേക്കപ്പും നല്ല ഒരു ലുക്കുള്ളൊരു റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ അവർക്ക് നല്ല ഇഷ്ടം തോന്നിയായിരുന്നു. അപ്പോൾ അവരങ്ങനെ മുകളിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പോയി. ഈ സമയത്ത് എൻ്റെ ഹെയർ വാഷിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹെയർ വാഷിൻ്റെ സമയത്ത് ഇതാ എനിക്ക് ഹെഡൊക്കെ നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് തരുന്നുണ്ട്. ഒരു കുറച്ച് സമയം അവർ ഹെഡൊക്കെ നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് തന്നതിന് ശേഷമാണ് എൻ്റെ ഹെയർ വാഷ് ആരംഭിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, നല്ലൊരു സുഖം കിട്ടുമായിരുന്നു. ആ സമയത്ത് ഉറങ്ങി പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ അവിടെ കിടന്ന് ഇങ്ങനെ കണ്ണടഞ്ഞു പോകായിരുന്നു. അത്രയും നല്ല പോലെയാണ് അവർ നമുക്ക് ഹെഡ് മസാജ് ചെയ്ത് തന്നായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഇതാ ഹെയർ വാഷ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളില് പപ്പയും മോളുമായിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ എന്റെ ഹെയർ വാഷും കഴിഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ നല്ല പോലെ ഇതാ ടവൽ വെച്ച് ഒരു വെള്ളമൊക്കെ നല്ല പോലെ തന്നെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതാ ബ്ലോ ഡ്രൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമയം ആയപ്പോഴേക്കും അഞ്ചു താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലോ ഡ്രൈ ഇതാ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പാർലറിന്റെ ഓണർ ചേച്ചി വന്ന് ഇതാ കുറച്ചും കൂടെ ചെയ്യാനുണ്ടായിരുന്നതാ നല്ലപോലെ ചെയ്തതാ ബ്ലോ ഡ്രൈ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാർലറിന്റെ ഓണർ ചേച്ചിനെ അധികം വീഡിയോയിൽ എടുക്കുന്നത് ചേച്ചിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അധികം എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പാർലറിലെ ആവശ്യം വർക്കുകളെല്ലാം കഴിഞ്ഞു. അപ്പൊ അഞ്ജുവിന്റെ മുടി സെറ്റായിട്ടുണ്ട്, എൻ്റെ മുടിയും സെറ്റായി. അപ്പോൾ ഇന്നും അവർ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിംഗ് ആട്ടോ. എനിക്കായാലും അത് അഞ്ജുനായാലും അത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പാർലറിൽ നിന്ന് ഇറങ്ങണം. അവരോട് താങ്ക് യു ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പൊ ഇനി നേരെ ഞാൻ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ്. തൈറോയിഡിന്റെ ഒരു ചെറിയ ചെക്കപ്പിനായിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ പാർലറിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റും കൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ BP കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ BP ഇത്തിരി കൂടുതലെന്ന് പറഞ്ഞാൽ ഇന്നുവരെ എനിക്ക് BPയുടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് BPയുടെ ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞത് അല്പം കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഗുളിക തന്നിട്ടുണ്ട് ഇന്നത്തേക്ക് നാളത്തേക്ക് മാത്രം. നാളെ ഈവനിങ്ങിന് വീണ്ടും ഡോക്ടറെ കാണാൻ പോകണം. അപ്പോഴേക്കും നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എത്ര MGയുടെ ഗുളിക കഴിക്കണം എന്നൊക്കെ നാളെ ഡോക്ടർ പറയും. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാർലറിൽ നിന്ന് പോന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അവർ. അതായത് എനിക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ തന്നെ സെയിം ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ. അപ്പോൾ ഇതാണ് മാട്രിക്സിൻ്റെ ലോറിയലിൻ്റെ മാട്രിക്സിൻ്റെ ആയിട്ടാണ് ആ ഒരു പ്രൊഡക്ട്സാണ് എനിക്ക് യൂസ് ചെയ്തായിരുന്നത് ഹെയർ സ്ട്രൈറ്റനിങ്ങിനും സ്മൂത്തനിങ്ങിനൊക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഷാമ്പുവും കണ്ടീഷണറും തന്നിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഹെയറിന് കളറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു ഹെന്ന അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. കാരണം നമ്മൾ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഒന്നും കൂടെ റഫാവും. ആ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ഹെയർ ഒന്നും കൂടെ റഫാവും, ഹാർഡാവും എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കളറിനെ നമുക്ക് കളർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിന്. അപ്പോൾ കളറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കളർ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കൽ യൂസ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ പിന്നെ മാട്രിക്സ് അങ്ങനെ മാറ്റി മറിച്ചും യൂസ് ചെയ്യാൻ പറഞ്ഞ് ഈ 2 പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ ബസ്സിൽ ചെന്നിട്ട് വാങ്ങിച്ചാലും മതിയെന്ന്. പിന്നെ ഞാനിത് അന്വേഷിച്ചൊക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തരാൻ പറഞ്ഞ. അപ്പോൾ അങ്ങനെ അവരെടുത്ത് തന്നണം. അവർ പറഞ്ഞതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വാങ്ങിച്ചാലും മതിയെന്ന്.
അപ്പോൾ ഞാൻ എൻ്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് അഞ്ജുവിൻ്റെ ഹെയർ കട്ടും ചെറുതായിട്ട് ചെയ്തു, അതുപോലെ എൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇന്ന് എന്തായാലും പോയി ചെയ്തു കൊണ്ടിരിക്കുന്ന നാളെ സാറ്റർഡേ സൺഡേക്ക് 2 ദിവസം ഞങ്ങൾക്ക് പോകാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോയത്. അല്ലെങ്കിൽ 72 hours കഴിഞ്ഞിട്ട് ഒരു ഹെയർ വാഷിൻ്റെ ടൈം തന്നായിരുന്നു. അപ്പോൾ 72 hours കഴിഞ്ഞ് നമ്മളിന്ന് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അവസാനിപ്പിക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ നിങ്ങൾ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.